الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ ഖുർആനും അവന്റെ തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്തു ഈമാനോടുകൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതം കൃത്യമായ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ്. ആ ലക്ഷ്യം പരലോകത്ത് സ്വർഗം നേടുക എന്നതാണ്. അതിനുവേണ്ടി സൃഷ്ടാവായ കാരുണ്യവാനായ നാഥനുള്ള ആരാധനകളിൽ മുഴുകേണ്ടുന്നവരാണ് വിശ്വാസികൾ. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നവരേക്കും നീ നിന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദു ഹദാ സിറാത്തും മുസ്തഖീം, ഏതാണ് മനുഷ്യന് സഞ്ചരിക്കാനുള്ള നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം, അത് തീർച്ചയായും എന്റെയും നിങ്ങളുടെയും റബ്ബ് ഏകനായ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് 77-ാമത്തെ ആയത്തിലൂടെ വീണ്ടും അല്ലാഹു കൽപ്പിക്കുന്നതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നു റുകൂഅ് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, റബ്ബിനുള്ള ഇബാദത്തുകളിൽ മുഴുകാൻ. അതോടൊപ്പം വഫ്അലുൽ ഖൈർ, നിങ്ങൾ നന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ആരാധനകളാൽ ധന്യമായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. ഇബാദത്തുകളിലൂടെ എല്ലാ സന്ദർഭങ്ങളിലും അതിനെ പച്ചപ്പുള്ളതാക്കി മാറ്റണം. എന്തിനു വേണ്ടിയാണത്? ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സൂക്ഷ്മതാബോധം, തഖ്വ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആരാധനയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് ജീവിതത്തിലെ ഈ സൂക്ഷ്മതാബോധമാണ്. സൂറത്തു ബഖറയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനു വേണ്ടിയാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടിയാണ്. നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ച വചനം നമുക്ക് മനഃപ്പാഠമാണ്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതാബോധമുള്ളവരായി തീരുന്നതിനു വേണ്ടിയാണ്. ആരാധനകളുടെ എല്ലാം സത്ത എന്നത്, ലക്ഷ്യമെന്നുള്ളത് ജീവിതത്തിൽ സൂക്ഷ്മതാബോധം, തഖ്വ കൈവരിക്കുകയാണ്. ആ തഖ്വയുടെ അടയാളങ്ങളായി ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതുമാത്രവുമല്ല, അതവന്റെ ജീവിതത്തിൽ എപ്പോഴും
നിഴലിച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്, ഫലദായകമായി വർത്തിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു മുത്തഖിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. സൂറത്തു അഅറാഫ് 96-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, അനുഗ്രഹങ്ങൾ തുറന്നു നൽകപ്പെടുമെന്നതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ പടച്ച റബ്ബ് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരും. അത് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച പൂർവിക സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് സൂറത്തു അഅറാഫിൽ ആ സംഭവം വിശദീകരിക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് അള്ളാഹു പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, ആ നാട്ടുകാരായ ആളുകൾ റബ്ബിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ, അവർ തഖ്വ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ഉപരിഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടുമായിരുന്നു. ഉപരിഭാഗത്തു നിന്ന് മാത്രമല്ല, വൽ അർള്, ഈ ഭൂമിയിൽ നിന്നും. പക്ഷേ വലാകിൻ കദ്ദബൂ, അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നാം അവരെ പിടികൂടിയാണ്, ശിക്ഷ നേരിടേണ്ടി വന്നതാണ്. അതിനു പകരം അവർ റബ്ബിൽ വിശ്വസിക്കുകയും തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം ബർക്കത്ത് കൂടുതൽ കൂടുതൽ ലഭിക്കാൻ കാരണമായി തീരും. കാരണം നിങ്ങൾ നന്ദി ചെയ്താൽ ലഇൻ ശകർതും ലഅസീദന്നകും എന്നത് റബ്ബിന്റെ കരാറാണ്. നിങ്ങൾ നന്ദി കാണിച്ചുകൊണ്ടേയിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി നൽകിക്കൊണ്ടേയിരിക്കും. 2, മനുഷ്യന്റെ കർമ്മങ്ങൾ നന്നാകും എപ്പോൾ അവനിൽ തഖ്വയുണ്ടായാൽ. ജീവിതത്തിനൊരു ലക്ഷ്യം വരും. മൃഗങ്ങളെപ്പോലെ കാണുന്നതൊക്കെ തിന്നും കുടിച്ചും രമിച്ചും സുഖിച്ചും ഭുജിച്ചും ഭോജിച്ചും അങ്ങനെ മുന്നോട്ട് പോകാൻ അവന് കഴിയില്ല. എല്ലാ കാര്യങ്ങളിലും അവന്റെ മുമ്പിൽ കൃത്യമായൊരു വഴിയുണ്ടാകും. എന്ത് ചെയ്യുമ്പോഴും ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരാലോചനയുണ്ടാകും. ജീവിതത്തെ സംബന്ധിച്ച് ഒരു ലക്ഷ്യവും അർത്ഥവും ഉണ്ടായിത്തീരും. സൂറത്തു അഹ്സാബ് 70-71 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, തഖ്വ മുറുകെ പിടിക്കണം. വഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്കായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. മുഅ്മിനാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വായിൽ നിന്ന് വരുന്നത് നന്മയുടെ വാക്കുകളാകണം. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നന്നാക്കി തരും, പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. അപ്പോ മഗ്ഫിറത്തും അതോടൊപ്പം കർമ്മങ്ങൾ നന്നായി തീരുക എന്ന ഗുണവുമാണ് അള്ളാഹുവിലുള്ള തഖ്വയും വാക്ക് നന്നാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതം കയറ്റവും ഇറക്കവും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ഉള്ളതായിത്തീരും. എപ്പോഴും അവൻ സന്തോഷം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ പ്രതിസന്ധികൾ പലതും മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രതിസന്ധികളിൽ പകച്ചു പോകും അവിശ്വാസി. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോഴാണ് കഷ്ണം കയറിലോ ഒഴുകുന്ന വെള്ളത്തിലോ ഓടുന്ന ട്രെയിനിന്റെ ചക്രത്തിനടിയിലോ വിഷക്കുപ്പിയിലോ ഒക്കെ വിലപ്പെട്ട ജീവിതം അവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി അവന്റെ മുമ്പിൽ വരുമ്പോ പടച്ചവനിൽ തവക്കുലാക്കി അവൻ പ്രാർത്ഥിക്കും. അള്ളാഹുവിനുള്ള വിശ്വാസം അവൻ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ട് തന്നെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു പഠിപ്പിക്കുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ മുമ്പിൽ അള്ളാഹു ഒരു മഖ്റജ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹു അവന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, കഴിയാത്ത മാർഗങ്ങളിലൂടെ, ചിന്തിക്കാൻ ഒരിക്കലും തന്നെ ഒരു സാധ്യതയില്ലാത്ത, ഒരു വകുപ്പില്ലാത്ത വഴികളിലൂടെ അള്ളാഹു വിഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ
യർസുഖു ത്വയ്ർ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടുന്ന വിധത്തിൽ, തവക്കുലാക്കേണ്ടുന്ന ശരിയായ വിധത്തിൽ നിങ്ങൾ തവക്കുലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് തുടർന്ന് റസൂൽ വിശദീകരിച്ചു. തഅദു ഖിമാസൻ വതറൂഹു ബിത്വാന. രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ടാണ് അവ കൂട്ടിൽ നിന്ന് പോവുക, വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരും. പ്രഭാതത്തിൽ കൂട്ടിൽ നിന്ന് പോകുമ്പോൾ പക്ഷിക്കറിയില്ല എവിടെയാണ് അതിന്റെ ഭക്ഷണമുള്ളത് എന്നുള്ളത്. പക്ഷേ വൈകുന്നേരം അത് കൂട്ടിലേക്ക് തിരിച്ചു വരിക സന്തോഷത്തോടെ നിറഞ്ഞ വയറുമായിട്ടാണ്. ഇതുപോലെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും, ജീവിത വിഭവങ്ങൾ നൽകും, പ്രതിസന്ധികളെ അള്ളാഹു നീക്കിത്തരും. എന്തു വേണം? സൂക്ഷ്മതാബോധമുണ്ടാകണം. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത്, വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത്, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സൂക്ഷിക്കേണ്ടുന്ന സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിച്ചാൽ പ്രതിസന്ധികളെ നീക്കിയിട്ട് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സഹായം അള്ളാഹു തരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനുള്ള യോഗ്യത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന ഒരു പരിശോധനയാണ് ഓരോ സന്ദർഭത്തിലും നമ്മിൽ നിന്നുണ്ടായിത്തീരേണ്ടത്. അതോടൊപ്പം സൂറത്തു ത്വലാഖ് 4-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഏതൊരാൾ ജീവിക്കുന്നുവോ അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ ഒരു എളുപ്പം നൽകും. വിവാഹമോചിതരായ സ്ത്രീകളുടെ ഇദ്ദകാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിന്മകളെ മായ്ച്ചു കളയുകയും പ്രതിഫലത്തിൽ വലിയ വർധനവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്കുണ്ടായിത്തീരുക. സൂറത്തു ത്വലാഖ് 5-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിഅതിഹി വയുഅ്ലിം ലഹു അജ്റാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിനിടയിൽ മനുഷ്യരെന്നുള്ള നിലക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ യുകഫിർ അൻഹു സയ്യിഅതി, ആ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. മാത്രമല്ല വയുഅ്ലിം ലഹു അജ്റാ, മഹത്തായ പ്രതിഫലം അള്ളാഹു പകരം നൽകുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാറിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അവിടെ ആവശ്യം ഇത് ശരിയാണോ അത് ശരിയാണോ, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്ന ആശയക്കുഴപ്പാണ്. ആ ആശയക്കുഴപ്പങ്ങളാണ് പലപ്പോഴും മനുഷ്യരെ ഇന്ന് പലയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലോകത്തിന്റെ ഇന്നത്തെ ഒരു പ്രത്യേകത എല്ലാ ഇസത്തിനും ആളെ കിട്ടുന്നുള്ളതാണ്. എന്ത് ആര് മുന്നോട്ട് വെച്ചാലും അവർക്കൊക്കെ ഇന്ന് ഫോളോവേഴ്സ് ഉണ്ടാകും. അവർ പറയുന്നത് തൊടാതെ വിഴുങ്ങാൻ തയ്യാറാകുന്ന അനുയായി വൃന്ദുണ്ടാകും. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുഅ്മിനിന്റെ മുമ്പിൽ കൃത്യമായൊരു ധാരണ, കൃത്യമായ ഒരു വഴി ലഭിക്കൽ ആവശ്യമായിട്ടുള്ളത്. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ചാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്കിൽ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തിലും അള്ളാഹു നമുക്ക് ശരി കാണിച്ചു തരുമെന്നാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തു അൻഫാൽ 29-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികൾ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്കൊരു ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും വേർതിരിവ് അവൻ കൃത്യമായി നിങ്ങൾക്ക് നൽകും. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് മായ്ച്ചു തരും, പുറത്തു തരും. വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അവൻ നിങ്ങൾക്ക് പാപമോചനം നൽകും. അവൻ അങ്ങേയറ്റം ഔദാര്യത്തിന്റെ ഉടമയാണ്. ഇവിടെ ഫുർഖാൻ എന്താണ്? മുഫസ്സിറുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ അതിന് നൽകുന്ന വിശദീകരണത്തിൽ നമുക്ക് കാണാം, പൂർവികരായ പണ്ഡിതർ അതിനെക്കുറിച്ച് പറഞ്ഞത് അന്നൂറുൽ ബസീറ അല്ലദീ യുഫർരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കിനെയും ബാത്തിനെയും വേർതിരിക്കാനുള്ള നൂറുൽ ബസീറ, ഒരു കാഴ്ച ശക്തി, ഒരു ഉൾക്കാഴ്ച അവന് കിട്ടുന്നതാണ്. അതാണോ ശരി, ഇതാണോ ശരി, അത് ലഭിക്കണം. എന്ത് വേണം? അത് വെറുതെ കിട്ടൂല. ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ ഫുർഖാൻ എന്ന് പറയുന്നത്? മലകതും മിനൽ ഇൽമി വൽ ഹിക്മ തുഫർരിഖൂന ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കാനുള്ള ഇൽമും ഹിക്മത്തും അവർക്ക് നൽകപ്പെടും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇൽമ്, ഹിക്മത്ത്. ഒന്ന് നോളേജ്, മറ്റേത് വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒന്ന് അറിവ്, മറ്റേത് തിരിച്ചറിവ്. അറിവ് കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടില്ല, തിരിച്ചറിവുണ്ടായിത്തീരണം. ഇൽമിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അത് റബ്ബിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. ഈ ഇൽമും ഹിക്മത്തും നൽകപ്പെടും ആർക്ക്? റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. അതുകൊണ്ട് നൽകപ്പെട്ട റബ്ബിൽ നിന്ന് ലഭിക്കുന്ന ഇൽമിന്റെയും ഹിക്മത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോ ഇതിൽ ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ് എന്ന് അവർ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ആത്യന്തികമായി അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അതിനെന്തു വേണം? ജീവിതത്തിൽ അതുവരെയുള്ള നിമിഷങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും കൊണ്ടുള്ള ഒരു നടപടിക്രമം നമ്മിൽ നിന്നുണ്ടായിത്തീരണം. അതോടൊപ്പം അള്ളാഹു പറയുന്നൊരു കാര്യം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അറിവുണ്ടായിത്തീരുക എന്നുള്ളത്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ അടയാളം റസൂലുള്ള പഠിപ്പിച്ചത് യുഫഖിഹു ഫിദ്ദീൻ എന്നാണ്. ദീനിൽ അവനെ അറിവുള്ളവനായിത്തീരും. ഭൗതിക വിജ്ഞാനം പ്രാധാന്യമുള്ളതാണ്, നമ്മൾ അതിന് പ്രാധാന്യം നൽകുന്നവരുമാണ്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായ ദീനിന്റെ അറിവ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു ഒരാളെ ആദരിക്കാൻ, സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ അടയാളം എന്താണ്? അയാൾക്ക് ദീനിലുള്ള അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ഈ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇവിടെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? നമുക്കറിയാം, സൂറത്തു ബഖറയിലുള്ള ആയത്തുദ്ദൈൻ, 282 ആയത്ത്. ഒരു പേജോളം വരുന്ന ആ ആയത്തിൽ സാമ്പത്തികമായ ഇടപാട് രേഖപ്പെടുത്തണം, അവിടെ സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആയത്തിന്റെ ഒടുക്കത്തിൽ അള്ളാഹ് പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തരികയാണ്. അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. തഖ്വയുടെ കൂടെയാണ് ഇവിടെ ഇൽമിനെ ചേർത്തു പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക വിഷയത്തിലെ കൃത്യമായ സൂക്ഷ്മതാബോധവുമായി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ, ഇടപാടുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിന് സാക്ഷികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള സൂക്ഷ്മതാബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് ഇൽമ് കൂടുതൽ തരും. കാരണം പടച്ചവൻ പറ്റാത്ത അറിവിന്റെ ഉടമയാണ് എന്നുള്ളത്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ൽ 16 ആയത്തിൽ അല്ലാഹു തുടർന്നു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആ ഏതൊരാൾ നന്മ പ്രവർത്തിക്കുന്നു, അതാണാകട്ടെ പെണ്ണാകട്ടെ, നല്ല കാര്യം പ്രവർത്തിക്കുന്നു, എങ്ങനെ? വഹുവ മുഅ്മിൻ. അതിന്റെ മാനദണ്ഡം ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഅ്മിനായിട്ടാകണം. ഒരു നന്മയുടെ പ്രചോദനം എന്താകണം? അടുത്ത തെരഞ്ഞെടുപ്പിൽ വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നതാകരുത്, അല്ലെങ്കിൽ ഇന്ന സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ഞാൻ വരണം എന്നതാകരുത്. പരലോകത്തെ പ്രതിഫലം മാത്രം, ജനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അങ്ങനെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, തീർച്ചയായും ഏറ്റവും നല്ല ഒരു ജീവിതം അവന് നാം നൽകും എന്നല്ല പറയുന്നു. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല കാര്യങ്ങൾ കാരണം മഹത്തരമായ പ്രതിഫലവും നൽകും. ഇവിടെ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യന് ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവര് നല്ലൊരു ജീവിതം നാം നൽകും. എന്താണ് പറഞ്ഞതിനർത്ഥം? ആയത്ത് കേട്ടു പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനർത്ഥം അർറിസ്ഖുൽ ഹസനു ഫിദ് ദുനിയ, ഈ ദുനിയാവിൽ അല്ലാഹു നല്ല റിസ്ഖ് അവന് നൽകും. മറ്റു മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, യഅ്കുലു ഹലാലൻ വയൽബിസു ഹലാല, ഹലാല് മാത്രമേ അവൻ തിന്നുള്ളൂ, ഹലാല് മാത്രമേ അവൻ ധരിക്കുകയുള്ളൂ. അങ്ങനെ ഹലാലിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ വശ്യമായ ഒരു ജീവിതം അല്ലാഹു അവന് നൽകും എന്നതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായൊരു കാര്യമുണ്ട്. നമ്മൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, 5 വക്ത് ജമാഅത്ത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്റുകളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഇത് പടച്ചോൻ സ്വീകരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. വെള്ളിയാഴ്ചയിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തു കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ കർമ്മങ്ങളുടെ വലിയൊരു ഭണ്ഡാരമായിട്ട് അവിടെ വരിക, വലിയൊരു സമ്പാദ്യം, പക്ഷേ ഒക്കെ നിഷ്ഫലായിത്തീരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂറത്തു മായിദയിലെ 27 ആയത്ത് ഇറങ്ങിയപ്പോ
സഹാബത്ത് പേടിച്ചു. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, കഴിഞ്ഞ കാലത്തുള്ള പൂർവികരായ മഹാന്മാരായ ആളുകളൊക്കെ ഭയപ്പാടോടുകൂടിയാണ് ആ ആയത്തിനെ കണ്ടിട്ടുള്ളത്. എന്താണ് ആയത്തിന്റെ വിഷയം? ആദം അലൈഹി ഇസ്ലാമിന്റെ 2 സന്തതികൾ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. ഒരാളുടെ ബലി സ്വീകരിക്കപ്പെടുകയും മറ്റേയാളുടെ ബലി സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ അസൂയമൂത്ത സഹോദരൻ തന്റെ സ്വന്തം സഹോദരനെ വധിച്ചു കളഞ്ഞതാണ് ലോകത്ത് നടന്ന 1ാമത്തെ കൊലപാതകം. ആ കൊലപാതകത്തിന്റെ വിഷയം പറഞ്ഞിട്ട് സൂറത്ത് മാഇദ 27-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഒരു കാര്യം ചേർത്ത് പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നും മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. തഖ്വയില്ലാതെ കർമ്മങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഹറാമുകൾ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നു, അതിന്റെ കൂടെ ഇബാദത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. സുഹൃത്തൊരു തിന്മയിലേക്ക് ക്ഷണിച്ചാൽ അതിന് പോകും. ആഘോഷത്തിന്റെ സമയത്ത് മദ്യത്തിന്റെ ലഹരിയിൽ മറ്റുള്ളവർ മുഴുകുമ്പോൾ കൂടെ അവനും ചേർന്ന് കൊടുക്കും. തിന്മയുടേതായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അതിനൊക്കെ ഉത്തരം ചെയ്യും. കൂടെ ദീനിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രയോജനമല്ല. സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കണം ആവശ്യപ്പെട്ട ഒരു വ്യക്തി മഹാനായ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ സമീപിക്കുകയാണ്. കേട്ട് ബേജാറായിട്ട് അഹ്മദ് റളിയല്ലാഹു റഹിമഹുള്ളയോട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഈ ആയത്തിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വിശദീകരണം, യത്തഖിൽ അഷ്യാ ഫലാ യഖൗ ഫീമാ ലാ യഹുല്ലു ലഹു. അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും. ഹലാലായ കാര്യങ്ങളിലല്ലാതെ അവൻ ചെന്നുപെടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹലാലല്ലാതെ അവൻ ഇടപെടൂല. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് സുന്ദരമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇടുങ്ങിയ വഴിയിലൂടെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നടന്നു പോകുന്ന ഏകാന്തനായൊരു യാത്രക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന ഭയം, അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. വിശദീകരണം ആവശ്യമല്ല. കയ്യിൽ ടോർച്ചില്ല, രാത്രി 12 മണി 1 മണി സമയം, ദൂരെ സ്ഥലത്ത് എവിടെ പോയിട്ട് വണ്ടി ഇറങ്ങി നമ്മുടെ വീട്ടിലേക്കുള്ളൊരു വഴി ഒരു ഇടുങ്ങിയ വഴിയാണെന്ന് കരുതുക. കല്ലും മുള്ളൊക്കെ നിറഞ്ഞ ആ വഴിയിലൂടെ നടക്കുമ്പോൾ എത്ര പേടിയുണ്ടാകും? വിഷസർപ്പുണ്ടോ? മുള്ളും കല്ലും കാലിൽ തറക്കുമോ? ഏകാന്തനായൊരു യാത്രക്കാരൻ ഒരു അർദ്ധരാത്രിയിൽ ഇരുട്ടുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന പേടി, അതാണ് തഖ്വ എന്നാണ്. അഥവാ നമ്മൾ ജീവിക്കുന്ന ലോകം, നമ്മുടെ കണ്ണ്, കാത്, മനസ്സ്, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് തിന്മകൾ ചുറ്റിലും സുഹൃത്തിന്റെ രൂപത്തിൽ പല വിധങ്ങളിലായിട്ട് അങ്ങനെയുള്ളൊരു ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഒരൊറ്റയടി പാതയിലൂടെ അർദ്ധരാത്രി നടന്നു നീങ്ങുന്ന ഒരു യാത്രക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന ഭയം പോലെ നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടായിത്തീരുക. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ഇതൊരു സുരക്ഷയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. തഖ്വ ഒരു സുരക്ഷയാണ്. എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്ന്, എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ സൂറത്തു ആൽ ഇമ്രാൻ 120-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും. ശത്രുക്കളായ ആളുകൾക്ക് വിശ്വാസികളോടുണ്ടായിരുന്ന നിലപാടിനെ കുറിച്ച് പറയാണ്. അവരുടെ ശത്രുതയുടെ കാഠിന്യം, അള്ളാന്റെ റസൂലിനെയും അനുയായികളെയും എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കണം, വകവരുത്തണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു ജനത. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ബാധിച്ചാൽ അതവർക്ക് വലിയ ഇടങ്ങേറുണ്ടാക്കിയിരുന്നു. വഇൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫ്റഹു ബിഹാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് കണ്ടാൽ അതവർക്ക് വലിയ സന്തോഷവും നൽകിയിരുന്നു. അഥവാ ശത്രുക്കൾക്ക് ഇസ്ലാമിക സമൂഹത്തോടുള്ള വെറുപ്പിന്റെ ആഴവും വിശാലതയാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ആയത്തിന്റെ തുടർന്ന് അല്ലാഹു പറയാണ്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുക്കും കൈദുഹും ശൈആ. നിങ്ങൾ ക്ഷമിക്കാൻ സന്നദ്ധതയുണ്ടോ, നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കാൻ സന്നദ്ധതയുണ്ടോ എങ്കിൽ ലാ യദുർറുക്കും കൈദുഹും ശൈആ. അവരുടെ ഒരു കുതന്ത്രവും വിജയിക്കാൻ പോകുന്നില്ല. പല നിലക്ക് അവർ തന്ത്രങ്ങൾ പ്രയോഗിക്കും. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലേക്ക് ഏറ്റവും ഫിറ്റായ ഒരായത്താണ്. ഭരണത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് കയ്യിൽ പിടിച്ച് ജനാധിപത്യത്തെ നശിപ്പിച്ച് പലവിധത്തിലുള്ള തന്ത്രങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളിൽ പ്രധാനമായ മുസ്ലിം സമൂഹത്തിന്റെ നേർക്ക് പലവിധത്തിലുള്ള വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാകും. അള്ളാഹു പ്രത്യേകിച്ച് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കാനും തയ്യാറുണ്ടെങ്കിൽ, ലാ യദുർറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ ഒരു ഉപദ്രവം നിങ്ങൾക്ക് വരുത്തില്ല. കാരണം ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്,
അവന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചൊരു കാര്യം, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചോ, എങ്കിൽ അള്ളാഹ് നിന്നെ കാക്കും. നീ ഒന്നും പേടിക്കാനല്ല, പടച്ചോനെ പേടിച്ച് നീ ജീവിച്ചെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്. മറ്റൊരു റിവായത്തിൽ തജിദുഹു അമാമക്. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിനക്ക് നിന്റെ മുമ്പിൽ റബ്ബിനെ കാണാം. എന്താ പറഞ്ഞതിനർത്ഥം? മുഫസ്സിറുകൾ വിശദീകരിച്ചു, ഫമൻ ഹഫിളല്ലാഹ് വജദല്ലാഹ തിജാഹു വഅമാമഹു ബിഐനിഹി അലാ കുല്ലി ഖൈർ. റബ്ബിനെ സൂക്ഷിക്കേണ്ടുന്ന വിധത്തിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ തൻ്റെ കൺമുമ്പിൽ പടച്ചോനെങ്ങനെ കാണാം. ഓരോ പ്രശ്നം വരുമ്പോൾ, ഓരോ പ്രയാസം വരുമ്പോൾ അള്ളാഹ് നേരിട്ട് വന്ന് സഹായിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം, പ്രയാസമായ ഈ വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ കണ്ണും കാതും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമെല്ലാം പടച്ചവന്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. 10ഓളം വരുന്ന ഗുണങ്ങളാണ് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഈ മഹത്തായ സൂക്ഷ്മതാബോധം കൈവിട്ടുപോകാതെ അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങൾ, ഇതെല്ലാം റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. കാരുണ്യവാനായ നാഥൻ തഖ്വ മുറുകെ പിടിക്കുന്ന അക്കാരണത്താൽ പടച്ച റബ്ബിൽ നിന്ന് എപ്പോഴും സഹായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും അറിവുമുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അവനെക്കുറിച്ച് അതിയായ തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളിൽ തഖ്വ നിലനിൽക്കുമ്പോൾ അതിൻ്റെ അടയാളമായി ഉണ്ടാകേണ്ടുന്ന ഖുർആൻ എടുത്തു പറഞ്ഞ മറ്റൊന്നാണ് ഇസ്ലാമിൻ്റെ ഷിയാറുകളോടുള്ള ആദരവ് എന്നത്. സൂറത്തു ഹജ്ജ് 32-ാമത്തെ ആയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട മഹത്തരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഏതൊരാൾ അള്ളാഹുവിൻ്റെ ഷിയാറുകളെ ആദരിക്കുന്നുവോ അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. തഖ്വയുടെ അടയാളമാണ് റബ്ബിന്റെ ഷിയാറുകളോടുള്ള ആദരവ്. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇസ്തിഅ്ലാമുഹാ വസ്തിഹ്സാനുഹാ വസ്തിസ്മാനുഹാ. അഥവാ അള്ളാഹുവിന്റെ ഷിയാറുകളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, അതിനെ ഏറ്റവും ഉത്തമമായ നിലക്കുള്ള അതിനോടുള്ള പെരുമാറ്റം, അതിനോടുള്ള ആദരവ്, ഇഷ്ടം, ഇതൊക്കെ നിലനിർത്തലാണ് ഇവിടെ അതിൻ്റെ തഅ്ലീം എന്ന് പറയുന്നത്. അത് പള്ളിയാകട്ടെ, അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റ് ആരാധനയുമായി ബന്ധപ്പെട്ട വസ്തുക്കളാകട്ടെ, ബലിമൃഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഷിയാറുകളിൽപ്പെട്ടതാണ്. അതിനോട് ആദരവ്, അതിനോടുള്ള സ്നേഹം, അതിനോടുള്ള മഹബ്ബത്ത്, അത് തഖ്വയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്, മുറുകെ പിടിച്ച് തഖ്വയും സൂക്ഷ്മത ബോധവും മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഭൗതികമായ വിഭവങ്ങൾ അല്ലാഹു കൂടുതൽ നൽകുമെന്നുള്ളത്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. മുമ്പ് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ സവിസ്തരം വിശദീകരിച്ചതാണ്. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചാൽ മഴ നൽകി, നല്ല സന്തതികളെ നൽകി, ആരോഗ്യമുള്ള മക്കളെ നൽകി, തോട്ടങ്ങൾ, സമ്പത്ത് നൽകി അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുള്ളത്. ഭൗതിക വിഭവങ്ങളിലും ആധിക്യമുണ്ടാകും സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതത്തിന് ഞാനും നിങ്ങളും തയ്യാറുണ്ടെങ്കിൽ. അതോടൊപ്പം നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. ഓവർ ടൈം ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? സുഖിക്കാൻ നമുക്ക് താല്പര്യമില്ല, പിന്നെ സമ്പാദ്യം അത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. മണലാരണ്യങ്ങളിൽ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്.
പക്ഷേ പലപ്പോഴും അവസാനം എന്തുണ്ടാകും? ഈ അധ്വാനിച്ച മനുഷ്യൻ ഒന്നുകിൽ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കപ്പെടുന്നു, അല്ലെങ്കിൽ വയസ്സാം കാലത്തുമ്പോൾ മക്കൾക്ക് വേണ്ടാത്തവരായി വീടിന്റെ പൂമുഖങ്ങളിൽ കഴിഞ്ഞ കാലത്തെ സുന്ദരമായ ഓർമ്മകൾ അയവിറക്കി അവഗണനയുടെ എല്ലാ ദുരിതങ്ങളും പേറി ജീവിക്കേണ്ടി വരുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്യായ മാർഗങ്ങളിലൂടെയൊക്കെ സമ്പാദിച്ചത് ചിലപ്പോൾ മക്കളത് ദുരുപയോഗം ചെയ്യും, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവരായി. ഒരു മകൻ അമേരിക്കയിൽ, ഒരു മകളെ ഗൾഫിലേക്ക് കെട്ടിച്ചുകൊണ്ടുപോയി. മഞ്ചേരി ടൗണിൽ വലിയ അളവിൽ ഭൂമിയുണ്ട്, അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് പലപ്പോഴും ചോര നീരാക്കി അധ്വാനിച്ചിട്ടാണ് ഇതൊക്കെ സമ്പാദിച്ചത്. സമ്പാദ്യം ഉപകാരപ്പെടണം, സ്വന്തത്തിന് ഉപകാരപ്പെടണം, മക്കൾക്ക് ഉപകാരപ്പെടണം. മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനമൊക്കെ നടത്തി അവസാനം തനിക്ക് ഏതായാലും ഉപകാരപ്പെട്ടില്ല, മക്കൾക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞാലോ അത് വലിയ നഷ്ടമാണ്. എന്നാൽ ആ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഇടയിൽ സൂക്ഷ്മത പാലിച്ചാൽ, ഹലാല് മാത്രമേ എന്റെ വയറ്റിലേക്ക് എത്തുള്ളൂ, ഹലാല് മാത്രമേ എന്റെ മക്കളുടെ വയറ്റിലേക്ക് എത്തുള്ളൂ എന്നത് ഉറപ്പുവരുത്തിയാൽ ശേഷിപ്പ് നന്നാകുമെന്നതാണ്. മുമ്പ് മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതാണ് സൂറത്തു കഹ്ഫിലെ 82-ാമത്തെ ആയത്ത്. മഹാനായ മൂസ അലൈഹിസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും ഒന്നിച്ചുള്ള യാത്ര, സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നായിരുന്നു പൊളിഞ്ഞു വീഴാറായ മതില് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം നേരെയാക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് അതിന്റെ കാരണം വിശദീകരിച്ചു കൊടുത്തു. സൂറത്തു കഹ്ഫ് 82-ാമത്തെ ആയത്തിൽ കാണാം, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈൻ ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. ഖിദ്ർ അലൈഹിസ്സലാം ആ മതില് നേരെയാക്കാൻ കാരണം എന്താണ്? അത് 2 യതീം കുട്ടികളുടെ സമ്പത്തിൽപ്പെട്ടതാണ്. നഗരത്തിലുള്ള 2 യതീമുകളുടേതാണത്. മാത്രമല്ല വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ആ മതിലിന്റെ അടിയിൽ അവർക്കുള്ള ഒരു നിധിയുണ്ട്. ആ നിധി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. താഴത്തിൽ കാണാം, കുട്ടികൾ പ്രായപൂർത്തിയെത്തുന്നവരെ ആ മതിലിനടിയിലുള്ള നിധി സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ ഒരു വാക്ക് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ ആ മക്കളുടെ സമ്പത്ത് അള്ളാഹ് സംരക്ഷിക്കാൻ കാരണം? വകാന അബൂഹുമാ സ്വാലിഹാ, ആ യതീം കുട്ടികളുടെ ബാപ്പ സ്വാലിഹായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലത്ത് നന്മയുടെ മാർഗത്തിൽ തഖ്വയോടുകൂടി ജീവിച്ച് ഹലാല് മാത്രം സമ്പാദിച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു അറ്റാക്ക് വന്ന് അങ്ങ് അടിച്ചു പോയാലും പേടിക്കാനില്ല. നമ്മുടെ പേടി എന്താ? പലപ്പോഴും ഞാനിങ്ങ് മരിച്ചു, എന്റെ മക്കൾ എന്താവുന്നതാണ്. ഈ ആയത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നു, പടച്ചോൻ ഏറ്റെടുക്കുന്നുള്ളതാണ്. യതീമുകളായ മക്കളുടെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുക്കാൻ കാരണം കാന അബൂഹുമാ സ്വാലിഹാ, ആ 2 യതീം കുട്ടികളുടെ ബാപ്പ നല്ല ആളായിരുന്നതാണ്. അതുകൊണ്ട് ദുനിയാവ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ മറന്നു പോകാൻ പാടില്ല. ഹറാമ് കലർന്നാൽ സ്വന്തത്തിന് ഉപകാരപ്പെടൂല, അടുത്ത തലമുറക്ക് ഉപകാരപ്പെടില്ല. എന്നാൽ സൂക്ഷ്മതയോടുകൂടിയുള്ള അധ്വാനമാണോ, റബ്ബിനെ വലുതായി കണ്ട്, പരലോകത്തെ വലുതായി കണ്ട്, ആഖിറത്താണ് വലുത്, എന്നാൽ ദുനിയാവിൽ ജീവിച്ചു പോകണം, നാളെ എന്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല എന്ന സൂക്ഷ്മതാ ബോധത്തോടുകൂടിയുള്ള അധ്വാനാണോ, തീർച്ചയായും ആ സമ്പാദ്യം ഉപകാരപ്പെടും. അതിനെ നഷ്ടപ്പെട്ടു പോകാതെ പടച്ച തമ്പുരാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്യന്തികമായ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം തഖ്വയാണ്. അതിന്റെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ഈ ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ. റഹ്മാനായ നാഥൻ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ പരീക്ഷണങ്ങളെയും ഈമാനോടുകൂടി നേരിടാനും നമുക്ക് ഇൽമും ഈമാനും തൗഫീഖും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതൊരാൾക്ക് വേണ്ടിയാണോ, ഏതൊരു കുടുംബത്തിനു വേണ്ടിയാണോ നാം അധ്വാനിക്കുന്നത്, നാളെ അവർ നമ്മുടെ ശത്രുക്കളായി തീരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا
علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.